ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു 10 മാസം മുമ്പേ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഷിപ്പിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം നമ്മുടെ ഷോപ്പ് എങ്ങനെയൊക്കെ ഉണ്ട്, അതിന് ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനന്ന് കഴിഞ്ഞ ലീവിന് വന്ന് ലാസ്റ്റ് ഒരു 1 മന്ത് പോകാൻ വേണ്ടി തിരിച്ച് 1 മന്ത് ആയപ്പോഴാണ് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ബ്യൂട്ടി സ്പൈസസ് എന്നുള്ള ബ്രാൻഡിൽ ഞാൻ അന്ന് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പൈസസ്, നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ഐറ്റംസ് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് അതിനെ പാക്ക് ചെയ്ത് വിറ്റ്, അങ്ങനെയാണ് ഞാനൊരു സ്പൈസസിൻ്റെ ഒരു ബ്രാൻഡ് അന്ന് ഞാൻ ആരംഭിച്ചിട്ട് തിരിച്ച് ഷിപ്പിൽ പോയി. അന്ന് പക്ഷേ പോകുന്നതിന് മുമ്പേ ഞാൻ ഈ തൊഴിലുറപ്പ് സൈറ്റുകളിലും നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് സൈറ്റുകളിൽ പിന്നെ ഓരോരോ വീടുകളിൽ പിന്നെ വിളിച്ചു പറയുമ്പോൾ സാധനം കൊണ്ടു കൊടുക്കും, അങ്ങനത്തെ ഹോം ഡെലിവറി അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ലാസ്റ്റ് പോയത്. പിന്നീട് എൻ്റെ അമ്മയും അനിയനും കൂടെയാണ് ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അന്നൊരു 10,000 രൂപയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. ഇന്ന് ഏകദേശം എൻ്റെ ഷോപ്പിനകത്തിരിക്കുന്ന സാധനം തന്നെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വരും, എല്ലാ സാധനത്തിൻ്റെയും വില. അപ്പോൾ അത്രയും പ്രോഡക്റ്റ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ എനിക്കിത് പുതിയ ഷോപ്പിൽ സാധിച്ചു. വെറും 10,000 രൂപയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അന്ന് സ്പൈസസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം അവരുടെ ആവശ്യപ്രകാരം എന്തുകൊണ്ട് ബാക്കി സാധനം കൂടെ നമുക്ക് വിറ്റുകൂടാ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പം നമ്മൾ അവർക്ക് ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കസ്റ്റമറിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണമല്ലോ. അപ്പം ഞാനും ബാക്കിയുള്ള പ്രോഡക്റ്റോടെ നമ്മുടെ ഈ പലവങ്ങനെ ഐറ്റംസ് എല്ലാം അത് എടുത്തു. പിന്നെ പച്ചക്കറി, അവർ പിന്നെ പച്ചക്കറി ചോദിച്ചു, പിന്നെ പച്ചക്കറി ഇവിടെ ഉൾപ്പെടുത്തി. അങ്ങനെ ഒരു ചെറിയൊരു കട നമ്മളെ വീടിനടുത്ത് തന്നെ റെന്റിന് കിട്ടി. അങ്ങനെ ഞാൻ വീട്ടിലാണ് ഫസ്റ്റ് ഇത് ആരംഭിച്ചത്. ഇന്ന് റെന്റിന് ഒരു ഷോപ്പ് എടുത്ത് അവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്തായാലും ഈ റെന്റിലുള്ള ഷോപ്പിലാണ് ഇപ്പം നമ്മുടെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ അനിയനും അമ്മയും കൂടെയാണ് ഇത് നടത്തിക്കൊണ്ട് പോയത്. വളരെ മികച്ചൊരു വിജയമായിരുന്നു. കാരണം ഞാനൊരു 10,000 രൂപയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്ക് അമ്മ ഒരു 5,000 രൂപയും എൻ്റെ ഏറ്റവും അടുത്തൊരു എൻ്റെ സുഹൃത്തുണ്ട്, അവനൊരു 5,000 രൂപ തന്നു. അങ്ങനെ ആ ഒരു 10,000 വെച്ചാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ ഒരു എന്താ പറയുക, വളരെ പ്രൗഡായൊരു മൂമെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അന്നൊരു 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് അത്യാവശ്യം നല്ല ഇഷ്ടം പോലെ കസ്റ്റമർ നമുക്കുണ്ട്. ഡെയിലി നമുക്ക് കച്ചവടമുണ്ട്, പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. എല്ലാം കൊണ്ട് വളരെ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി വരും വീഡിയോസിലൂടെ നമുക്ക് ഈ ഷോപ്പിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, എങ്ങനെയാണ് നമ്മളെ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോ